ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ സാരിയൊക്കെ ഫ്ലിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു പോകാനായിട്ട്. അപ്പോൾ ഇത് കല്യാണി കോട്ടൺ സാരി ആട്ടോ, നമ്മുടെ ചാടികയിലുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അമ്പലത്തിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കാറില്ല പൊതുവേ. അങ്ങനെ നേരെ പോയത് കുട്ടികൾക്ക് കളിക്കാൻ എന്തെങ്കിലും കളിക്കുന്ന വണ്ടി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അമ്പലത്തിന് മുന്നിൽ തന്നെ ഒരു ചേട്ടൻ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങേണ്ട, നമുക്ക് പുറത്തു പോയിട്ട് കുഞ്ഞ് 2 വണ്ടികൾ വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ കാറിൽ തന്നെ ഇരുന്നു. അച്ഛനും മക്കളും കൂടെയാണ് വണ്ടി വാങ്ങാനായിട്ടൊക്കെ കയറിയത്. അത് കഴിഞ്ഞിട്ട് നേരെ പോണത് അമ്മയുടെ അടുത്തേക്കാണ്, ചേട്ടയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, അമ്മയുടെ ബർത്ത്ഡേ ആണ്. നാൾ വരുന്നത് ഇന്നാണ്. അപ്പോൾ അമ്മ പൊതുവെ ആരോടും പറഞ്ഞില്ല ഈ കാര്യം. പക്ഷെ ഇന്നലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ആരോടും പറയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ ഞാനും പറഞ്ഞു, എന്നോടല്ലേ പറയണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനത് ചേട്ടായോട് ആദ്യം തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ലൊരു സാരി, ഞങ്ങളുടെ കളക്ഷനിലുള്ള സാരി ഒരെണ്ണം എടുത്ത് നേരെ ചേട്ടായിടയിൽ ഞാൻ കൊടുത്തു. ചേട്ടായി നേരെ അമ്മയുടെ അടുത്ത് പോയി അമ്മേനെ വിളിച്ചു. അമ്മ പച്ചക്കറി അരിയായിരുന്നു. അപ്പോൾ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാരി കൊടുക്കുമെന്ന്. അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ അമ്മ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കട്ടൻ ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു 10-12 ആയപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ആ ഫോട്ടോ ഫ്രെയിം കൊടുത്തേക്കുന്നത് ചാച്ചനാട്ടോ, അമ്മയ്ക്ക് കൊടുത്താണ്. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി, സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. അങ്ങനെ അമ്മ സാരി മാറാനൊക്കെ ആയിട്ട് പോയി. അപ്പോഴേക്കും ഞങ്ങൾ കേക്കും ബലൂണൊക്കെ വെച്ചും വീർപ്പിച്ചുമൊക്കെ ഇരുന്നു. അങ്ങനെ കേക്ക് കൊണ്ടുവന്ന അപ്പം മുതൽ കുഞ്ഞൂസും കുട്ടൂസും ഭയങ്കര വഴക്കായിരുന്നു. കേക്കൊന്ന് മുറിച്ച് അതൊന്ന് വായിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് അതിൽ നിന്ന് മാറ്റിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു വേഗം പോയി ഡ്രസ്സൊക്കെ മാറുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, അയ്യോ എന്തിനാ ഇത് പോരേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാനുള്ളതല്ലേ, പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അമ്മ ഞാൻ കൊടുത്ത സാരി അപ്പം തന്നെ ഉടുത്തു വരുമെന്ന്. അമ്മയ്ക്ക് അത് മാച്ചിന് ഒരു ബ്ലൗസ് കിട്ടി. അപ്പോൾ അമ്മ അത് ഉടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അപ്പം തന്നെ ആ സാരി ഉടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അമ്മ ആ സാരിയൊക്കെ വൃത്തിയിൽ ഉടുത്തൊക്കെ വന്നു. അങ്ങനെ കുഞ്ഞിനും കുട്ടുവും അമ്മയും കൂടെയാണ് കേക്ക് മുറിക്കുന്നത്. കുട്ടുവാണെങ്കിൽ അതൊന്ന് വായിൽ വെക്കാനായിട്ടിരുന്ന് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞും കുട്ടും കൂടെ കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടായുടെ അമ്മാവൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മിന്നു എന്നാണ് അവളെ വിളിക്കുക. അപ്പോൾ അവൾ ഇവിടെ സൈലത്തിൽ നീറ്റ് എക്സാമിൻ്റെ ട്രെയിനിങ്ങിന് വന്നേക്കാണ്. ഇപ്പോൾ 1 ഇയർ ആയില്ല, 1 ഇയർ കോഴ്സായിട്ട് വന്നേക്കാണ്. അപ്പോൾ അവൾക്ക് പനിയായിട്ട് അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആണ്, നീ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടയെ പോയി കൂട്ടിയിട്ട് വന്നു. അങ്ങനെ അവളും ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അവൾ പഠിക്കുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഡിസ്റ്റർബൻസ് വീഡിയോ എടുത്ത് അവളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. അനിയനും അനിയൻ്റെ ഭാര്യയൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടയ്ക്ക് ഒരു അനിയനുണ്ട് കേട്ടോ. അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യയുണ്ട്, അനിയനൊരു മോളും ഉണ്ട്. അപ്പോൾ അവരൊന്നും താഴത്തേക്കല്ല, അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കേക്ക് മുറിച്ച് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ്. അതിൻ്റെ ഇടയിൽ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്, കേക്ക് മുറിക്കുന്നതിൻ്റെ കാര്യമൊക്കെ. അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അമ്മ ആരോടും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. അത് ഞങ്ങൾ പീസാക്കിയിട്ട് പാത്രത്തിലേക്കാക്കി. അല്ലെങ്കിൽ കണ്ടോ ഇപ്പം തന്നെ അത് കുളമായി. പിന്നെ ഞങ്ങൾ നേരെ ചോറുണ്ണതിലേക്കാണ് കടന്നത്. വാഴയിലേക്ക് വെട്ടി ചോറ്, ആദ്യം തന്നെ ചോറാട്ടോ വിളമ്പിയത്. സമയം വിശന്നിട്ട് പ്രാണം പോകുന്നുണ്ടായിരുന്നു. സമയം 1-2 മണിയൊക്കെ ആയി. ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, ക്യാരറ്റ് പച്ചടി. ഇത് ക്യാരറ്റ് പച്ചടി ആട്ടോ. ക്യാരറ്റ് പച്ചടി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, കാബേജ് തോരൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓണം ആയാലും വിഷു ആയാലും സദ്യ ഉണ്ടെങ്കിൽ ചിക്കനും വേണം. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിലാണ് അമ്മ ചിക്കൻ വാങ്ങിക്കോളാൻ പറയുക. അപ്പോൾ ഞാൻ പറയും എന്ത് സദ്യ ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ വേണമെന്ന് ഞാൻ എപ്പോഴും നിർബന്ധം പിടിക്കും. അപ്പോൾ ആദ്യത്തെ സദ്യ തന്നെ കുഞ്ഞും കുട്ടും ചാച്ചനും ഇരുന്നു. കുട്ടു പ്ലേറ്റ് വാരുക എന്നുള്ളതേ ഉള്ളൂ. അവൻ സദ്യക്ക്
കേക്കും പായസമൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് ചേട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനും അമ്മയും കൂടെയാണ് ഇരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കറികളും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഷാഡികയിലേക്ക് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ നമ്മുടെ ഫസ്റ്റ് സാരി അമ്മ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അതിന് വേണ്ടി എടുത്തേക്കാന്ന്. പക്ഷെ അമ്മ അടാറ് അഭിനയമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞ അമ്മാവൻ്റെ മോള് വന്നിട്ടുണ്ട്. അവൾക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് അവൾ പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മീനച്ചാറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനുള്ള ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചായിരുന്നു. ഞാൻ അരിയ എന്നുള്ളൊരു കടമ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അരിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു. കുഞ്ഞൂസ് അവിടെ നിന്ന് വെള്ളത്തിൽ കളിയാണ്. വെള്ളം കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയാണ്. അവന് വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമുള്ളതാണ്, കുഞ്ഞിനും കുട്ടൂനും. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചാറ് പണിയിലേക്ക് കയറി. പുറത്ത് വെച്ചാട്ടോ, വീട്ടിന് പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ചേട്ടയെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നു. എന്നിട്ട് അമ്മ ഉണ്ടാക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, അച്ചാറ് വീഡിയോ. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. ഒത്തിരി ലേറ്റ് ആയിട്ട് ഞങ്ങൾ ആ ഒരു 5:30-6 മണിയൊക്കെ ആയി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട്. ഉണ്ടാക്കിയൊക്കെ തീർന്നപ്പോൾ 7-7:30 ആയി. എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീനച്ചാറൊക്കെ തിന്നുന്നത്. ചൂരയാട്ടോ ഞങ്ങൾ അച്ചാറിന് വേണ്ടി വാങ്ങിയത്. ഞാൻ വരുമ്പോഴേക്കും അമ്മ അത് വെട്ടി കഷ്ണമാക്കിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ആക്കി അതിൽ മസാലയും കാര്യങ്ങളൊക്കെ വറക്കാനുള്ളതൊക്കെ തേച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സംഭവം ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുറ്റിനും ഇരുന്ന് എനിക്ക് ഇടയ്ക്ക് കൊതി തോന്നുമ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് ഇങ്ങനെ വായിലിടും. പക്ഷെ അമ്മ ചീത്തയൊന്നും പറയില്ല, ഞാൻ പെറുക്കിയെടുത്ത് ഇങ്ങനെ തിന്നും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ വെച്ച് കുടിച്ചു. ഇന്ന് ഫുൾ ടൈം ചേട്ടായി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ വെള്ളമുളക് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കിണറാണ്. എപ്പോഴും വെള്ളം ഉണ്ടാവും, എപ്പോഴും കിണർ ഫുൾ വെള്ളം. കാരണം വീട് നിൽക്കുന്ന പാടത്തായിട്ടാണ്. അപ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടാവും. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇരുട്ട് കണ്ടോ. അപ്പോൾ സമയം ഒത്തിരി ലേറ്റായി നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും. പിന്നെ നാളെ അവൾക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ അച്ചാറ് കൊടുത്തു വിടണം. അപ്പോൾ ഇന്നുണ്ടാക്കി നാളെ ആകുമ്പോഴത്തേക്കും അല്ല ഒന്ന് സെറ്റായി ടേസ്റ്റൊക്കെ ആവുള്ളൂ. പക്ഷേ സംഭവം അടാറായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, അമ്പലത്തിൽ പോയി, എല്ലാവരും ഒത്തൊരുമി നിന്നു, കളിച്ചു, അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് പോയി. അപ്പോൾ നാളെ സ്കൂളുണ്ട് മോന്. അങ്ങനെയൊക്കെയാണ്. ഇനി പിന്നെ ഞാൻ 9-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ ഇത് വിനാഗിരി കേട്ടോ, ഇത് നമ്മുടെ തെങ്ങിൻകള്ളിൻ്റെ വിനാഗിരിയാണ്. ചാച്ചൻ ചെത്താണല്ലോ ചാച്ചന് ജോലി. അപ്പം ചാച്ചൻ കൊണ്ടുവരുന്ന ഇച്ചിരി കള്ളൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് വിനാഗിരി ആക്കി വെക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് പോയിസൺ വാങ്ങുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ ഇങ്ങനെയൊക്കെ കള്ള് വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ, ഉണ്ടാക്കുകയൊന്നും വേണ്ട, ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് വിനാഗിരി ആയും പോവും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടു, നമ്മുടെ അച്ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിയതെല്ലാം മസാലകളെല്ലാം നമ്മൾ പൊടിച്ചുണ്ടാക്കിയ അച്ചാറാണ്. കൊടുക്കലും ഒന്നുമില്ല കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു, കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി. പിന്നെ ഇത് റെഡിയായിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. നാളെ കുഞ്ഞിന് ക്ലാസ് ഉണ്ട്, കുറേ അവന് പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയണം. അതിൻ്റെ ഇടയിൽ ടെസ്റ്റർ കുട്ടപ്പനും വന്നു. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ. എന്തുണ്ടാക്കുമ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെ കയ്യിൽ വെച്ച് കൊടുക്കും, എങ്ങനെയുണ്ട് നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞിനും കുട്ടനും കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തൊട്ടിട്ട് കുട്ടനാണെങ്കിൽ ഭയങ്കര ചൂടും, പക്ഷെ എന്നാലും അവനത് വേണം. അപ്പോൾ ഞാൻ മീനൊക്കെ വറക്കുമ്പോൾ അവനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരൊക്കെ ടെസ്റ്റ് കഴിഞ്ഞ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മെയിൻ ടെസ്റ്റർ വന്നു. അപ്പോൾ ചാച്ചൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ചാച്ചൻ ടേസ്റ്റ് ചെയ്യും. ചാച്ചൻ പറഞ്ഞു അടിപൊളിയാണ്, സെറ്റാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കണ്ടോ ചാച്ചൻ്റെ എക്സ്പ്രഷൻ, അടിപൊളി സെറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ഞാൻ അതിൻ്റെ ഇടയിൽ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് മീനച്ചാർ തിന്നുന്നത്. അതുകൊണ്ട് എനിക്ക് കൊള്ളാമായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചേട്ടായിക്ക് കൊടുത്തു. ചേട്ടായി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ, ചേട്ടായി ഒന്ന് തിന്ന് കാണിക്കുക, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി കഴിച്ച് നോക്കുകയാണ്. ചേട്ടായിക്ക് ഇഷ്ടമായി, പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.